ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കാണുന്ന മോൾ ഭാഗത്തെ ഒരു DB ആണ് കേട്ടോ. അപ്പോൾ ഈ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മോൾ ഭാഗത്ത് എപ്പോഴും അപ്സ്റ്റെയർ ഒരു DB വെച്ച് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇൻവെർട്ടർ വയറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ ഐസൊലേറ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഫ്ലിക്കറിങ് ആയിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്ന് ഇൻവെർട്ടർ വയറിങ് സെപ്പറേറ്റ് ആയിട്ട് RCB വെച്ചിട്ടുള്ള വയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് ഒരു 2 MCB 3 MCB കയറിയിട്ട് ഔട്ട് കയറിയിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ ഐസൊലേറ്റർ ഓഫ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ കട്ടാവും. ഈ ന്യൂട്രൽ കട്ടാവുന്ന സമയത്ത് എന്താവും, അപ്പോൾ ഇവിടേക്ക് ന്യൂട്രൽ കിട്ടാത്തതുകൊണ്ടാണ് ആ ഫ്ലിക്കറിങ് വരുന്നത്. പിന്നെ ഇപ്പോൾ അങ്ങനെ വരില്ല, ഇപ്പോൾ ഇവിടെ ഐസൊലേറ്റർ ഓഫ് ആക്കിയാലും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പിന്നെയുള്ള ഒരു മാസ്റ്ററിന്റെ ഒരു പ്രശ്നം വരാറുണ്ട്. മാസ്റ്റർ ഓൺ ആക്കിയാലും ഈ മാസ്റ്ററിന്റെ ലൈറ്റുകൾ ഈ മോൾ ഭാഗത്തേക്ക് ന്യൂട്രൽ കിട്ടാതെ ഫ്ലിക്കറിങ് വരും. അപ്പോൾ അത് ഇൻവെർട്ടർ കണക്ഷനിലാണ് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്ന സ്റ്റെയർ കേസിൽ വരുന്ന ഭാഗത്തെ ലൈറ്റ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ന്യൂട്രും അടിയിൽ നിന്ന് ഫേസ് ഇട്ട് കൊടുക്കുമ്പോൾ അതും ഇതേ പ്രശ്നം തന്നെയാണ് വരിക. അപ്പോൾ അത് നമ്മൾ അടിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അടിയിൽ തന്നെ ഫേസ് ഇട്ട് കൊടുക്കുക, അതേപോലെ ന്യൂട്രൽ അടിയിൽ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ തന്നെ രണ്ടും ഈക്വൽ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണം.